ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഫുള്ള് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ ചാർജ് എന്ന് പറയുന്നത് മാസിനെ പോലെ തന്നെ ഇറ്റ്സ് ആൻ ബേസിക് പ്രോപ്പർട്ടി. മാസിനെ പോലെ തന്നെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ് ചാർജ്. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോണത് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് GLE എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ പറ്റി എന്താണ് പറയുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ NCERT ടെസ്റ്റിൽ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു ഫിഗറാണ്. ഫസ്റ്റത്തെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കീമാറ്റിക് സിമ്പിൾ ഇലക്ട്രോസ്കോപ്പ് ഡയഗ്രമാണ്. അതിപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ വെച്ചിട്ട് നോക്കാം അല്ലേ. ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ബോഡിയിലെ ചാർജിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഈ ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ നോൺ ചാർജഡായിട്ട് വെച്ചു. നോൺ ചാർജഡായി വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള റോഡ് കൊണ്ടുവരികയാണെങ്കിൽ ഏത് ചാർജ് ആണെങ്കിലും പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളതായിക്കോട്ടെ അതൊരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഏത് ചാർജിലുള്ള റോഡ് കൊണ്ടുവന്നാലും അതിൻ്റെ ലീവ്സ് ഡൈവേർജ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഡൈവേർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ആണ് ഇതിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് ഓർ അതിൻ്റെ സിറ്റുവേഷൻസ് നോക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ്. ഫസ്റ്റ് ഞാൻ അതിനൊരു പോസിറ്റീവ്ലി ചാർജ് കൊടുത്തു. ഈ ഒരു ഇലക്ട്രോസ്കോപ്പിന് ഞാൻ പോസിറ്റീവ്ലി ചാർജ് കൊടുത്തിട്ട് ഒരു പോസിറ്റീവ് റോഡ് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് കൊണ്ടുവരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ചാർജ് ആണല്ലോ. സോ അത് റിപ്പൽ ചെയ്ത് ഗോൾഡ് ലീഫിൻ്റെ ലീവ്സ് ഡൈവേർജ് ചെയ്യും, മോർ ഡൈവേർജ് ചെയ്യും. അതേസമയം പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന സമയത്ത് ഞാൻ നെഗറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവന്ന് ടച്ച് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് കൊണ്ടുവന്നാലും അത് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, ഇത് നെഗറ്റീവിറ്റി ചാർജ് ചെയ്തിട്ട് ഞാൻ പോസിറ്റീവ് റോഡ് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് കൊണ്ടുവരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലോ, സോ അത് കൺവേർജ് ചെയ്യും. ഇതിന് നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്ന് നേരെ ഓപ്പോസിറ്റ് ഡൈവേർജ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നവയാണ് കണ്ടക്ടേഴ്സ്. ബട്ട് വൺ കണ്ടീഷൻ, അതിൽ ഫീൽഡ് കടന്നു പോകില്ല. അതിന് നല്ല എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെറ്റൽസ്, ഹ്യൂമൻ ആൻഡ് എനിമൽ ബോഡീസ്, എർത്ത് എല്ലാം കണ്ടക്ടേഴ്സാണ്. ദെൻ നോൺ മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റീനെ അവയിലൂടെ പാസ് ചെയ്യിപ്പില്ല. അതിന് വളരെ ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസ് അവർ ഓഫർ ചെയ്യും. അവയാണ് ഇൻസുലേറ്റർ. അതിന് എക്സാമ്പിൾസ് നോൺ മെറ്റൽസ് എന്ന് പറയാം ഗ്ലാസ്, പോർസലാനിൻ, പ്ലാസ്റ്റിക്, നൈലോൺ ഒക്കെ അതിന് നല്ല എക്സാമ്പിൾസ് ആണ്. ഇനി എർത്ത് എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാന്ന് പറഞ്ഞു. എർത്തിങ് എന്ന് പറയുന്ന ഒരു ഫിനോമിനയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്തുമായിട്ട് ചാർജസ് ഷെയർ ചെയ്യുന്നൊരു പ്രോസസ്സിനെ എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നു. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ 3 വയേഴ്സ് വരും, കണക്ഷനിൽ 3 വയേഴ്സ് വരും. ആ 3 വയേഴ്സ് എന്ന് വെച്ചാൽ ലൈവ്, ന്യൂട്രൽ ആൻഡ് എർത്ത് വയേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് നോക്കാം. അതിന് മെയിൻലി 3ആണുള്ളത്: അഡിറ്റിവിറ്റി ഓഫ് ചാർജ്, ചാർജസ് കൺസേർവ്ഡ് ആൻഡ് ക്വാണ്ടൈസേഷൻ. അത് ഫസ്റ്റ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു 3 ചാർജ് വരുന്നുണ്ട്, Q1, Q2, Q3 ഉണ്ടെങ്കിൽ അതിനെ സം ചെയ്യാം. ഓൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 + Q2 + Q3 ആണ്. ബട്ട് വൺ കണ്ടീഷൻ, ചാർജ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. സോ അത് നമ്മൾ സൈൻ നോക്കിയാണ് ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ +1 കുളം ചാർജ്, +2 കുളം ചാർജ്, -3 കുളം ചാർജ് ഉണ്ട്. സോ നമ്മൾ അതിന് സൈൻ പരിഗണിച്ചിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് കൺസർവേഷൻ. ഇപ്പോൾ ചാർജ് കൺസർവേഷനിൽ വരുമ്പോൾ മെയിൻലി 3 ടൈപ്പ് ഓഫ് ഒരു യൂണിവേഴ്സലിനെ ഒരു 4 ടൈപ്സ് ഓഫ് കൺസർവേഷനാണ് സയൻസിൻ്റെ വേൾഡ് അംഗീകരിച്ചിട്ടുള്ളത്. ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ, ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ, ചാർജ് കൺസർവേഷൻ ആൻഡ് മാസ് എനർജി കൺസർവേഷൻ. മാസ് കൺസർവേഷനും എനർജി കൺസർവേഷനും സെപ്പറേറ്റ് വരാൻ പറ്റില്ല. രണ്ടും കൂടി ആഡ് ചെയ്ത് സം ചെയ്ത് മാസ് എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ശരിയാവുമെന്നാണ് സയൻസ് വേൾഡ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതിൻ്റെ ഇക്വേഷൻ Q = NE. Q = NE എന്ന് പറയുമ്പോൾ ഈൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10 × 10⁻⁻19 കുളോംബാണ്. അത് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്, E എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജ്, അതാണ് 1.6 × 10⁻⁻19 കുളം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് കുളോംസ് ലോ എന്താണെന്ന് നോക്കാം. കുളോംസ് ലോ പ്രകാരം ഫോഴ്സ്, രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആ രണ്ട് ചാർജസിൻ്റെ പ്രോഡക്റ്റ് ബൈ ആ രണ്ട് ചാർജസ് ഇരിക്കുന്ന ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ദെൻ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കളയാൻ ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മളൊരു കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്കി. ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആയിരിക്കും. ദെൻ ഇറ്റ്സ് വാല്യൂ ഈസ് 9 × 10⁹ ആണ്. ദെൻ 1/4πε0 ഇതിൽ ε0ൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻12 Coulomb², N⁻⁻1 m⁻². നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പോൾ ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. 3 ചാർജസ് ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് Q1, ദെൻ Q2, ദെൻ Q3. സോ സം ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും? Q1 + Q2 + Q3 ആയിരിക്കും. സോ അതിന് ഇക്വേഷൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ വിടുകയാണ്. അത് നമുക്ക് എല്ലാത്തിനും 1/4πε0 വരും. സോ 1/4πε0 വളരെ സുഖമാണ്. നമ്മൾ ഇത് ജസ്റ്റ് ഇക്വേഷൻ നോക്കിക്കോ. Q1 Q2 അത് നമ്മുടെ ഡിസ്റ്റൻസ് R12² പ്ലസ് Q2 Q3 R23² പ്ലസ് Q1 Q3 R13². നോക്കി നോക്ക്, Q1 Q2 റിലേറ്റ് ചെയ്തു, Q1 Q3 റിലേറ്റ് ചെയ്തു, ഇവ രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തു. സോ ടോട്ടൽ ചാർജ് നമ്മൾ സിസ്റ്റത്തിൻ്റെ എടുത്തു അല്ലേ. അതാണ് ടോട്ടൽ ചാർജ്. ദെൻ നമ്മൾ കുളോംസ് ഫോഴ്സ് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഈ ഒരു ε0 ഒരു കാര്യമുണ്ട്. ഇത് എയർ പെർമിറ്റിവിറ്റി വരുന്ന സമയത്താണ് നമ്മൾ ε0 എടുക്കുക. മറ്റൊരു മീഡിയം വരുമ്പോൾ നമ്മളവിടെ E ആണ് ടേക്ക് ചെയ്യുക. സോ ER എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ER = ഈ മീഡിയം ബൈ E0. E0 മീൻസ് എയറിൻ്റെ. അപ്പോൾ ഈ റിലേറ്റിവിറ്റി = വാട്ടറിൻ്റെ കേസാണ്. വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു 80 ആയിരിക്കും വരിക. ER എന്ന് പറയുന്നത് 80 മീൻസ് E0 80 ആയിരിക്കും എന്ത് ഈ മീഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 80 E0 ആയിരിക്കും EM എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ER റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 80 വന്നത് വാട്ടറിൻ്റെ. അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താ നോക്കാം അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ EF = 1/4πε0 Q/r². നമുക്ക് ഈ ഒരു ഇക്വേഷൻ തോന്നുമ്പോൾ ഇതൊരു ഫോഴ്സിൻ്റെ ഇക്വേഷനോട് സാമ്യം തോന്നും. പക്ഷേ ചെറിയ വ്യത്യാസം, ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഇവിടെ ഒരു Q കൂടി ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ ഇത് ഈക്വൽ ടു അതിൽ മാറും, Q കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ EFൻ്റെ ഇക്വേഷൻ ഫോഴ്സ് റിലേറ്റ് ചെയ്യുമ്പോൾ EF = F/Q എന്ന് പറയുന്നൊരു റിലേഷൻ നമുക്ക് കിട്ടും. ദെൻ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവിൽ ചെന്ന് എൻഡ് ചെയ്യുന്നവയായിരിക്കും. ഇപ്പോൾ ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ അവ സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഒരു ചാർജ് ഇല്ലാത്ത റീജിയനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് കർവായിട്ട് ഒരു ബ്രേക്കേജും ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയറക്ഷൻ തരിക ടാൻജൻ്റ് ആണ്. സോ അവ തമ്മിൽ ക്രോസ് ചെയ്യിക്കില്ല. മാത്രമല്ല ഫോർത്ത് പോയിന്റ്, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കില്ല. ബട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കും. സോ അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൈപോൾ എന്താണെന്ന് നോക്കാം അല്ലേ. രണ്ട് ചാർജസ് +Q ചാർജ് -Q ചാർജ് ഒരു 2-way ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊളാരിറ്റി ഉണ്ടാവും. ഒരു പാർഷ്യൽ പോസിറ്റീവ് ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഒരു പൊളാരിറ്റി വരുമ്പോഴാണ് ഡൈപോൾ വരിക. സോ ഡൈപോൾ മൊമെൻറ്റ് P = ദിസ് Q ചാർജ് ഈക്വലിൻ്റെ ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും Q × 2a. വാട്ടർ ഒരു പോളാർ മോളിക്യൂളാണ്, NaCl ഒരു പോളാർ മോളിക്യൂളാണ്. ഇനി ഈ ആക്സിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 times ഈ ഇക്വറ്റോറിയലാണ്. അടുത്ത് നമുക്ക് ഗോസസ് ലോ എന്താണെന്ന് നോക്കാം. ഗോസസ് ലോ പറയുന്നത് ഒരു ഫ്ലക്സ് നമുക്ക് φ എന്ന് വെച്ച് എടുക്കുകയാണെങ്കിൽ ഫ്ലക്സ് φ = ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ E.ds മീൻസ് ആൻഡ് ഏരിയ = 1/ε0 times the total charge enclosed in the system. അപ്പോൾ ഇതാണ് ഗോസസ് ലോ പ്രകാരം ഫ്ലക്സ് φ-ൻ്റെ ഇക്വേഷൻ. ഗോസസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് അതിൽ ഫസ്റ്റ് ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള വയർ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E = ഞാൻ ഇക്വേഷൻ പറയാം 2k
lambda by r ആണ്. ബട്ട് ഇതെങ്ങനെ വന്നു ഇതിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ ഞാൻ കാണിച്ചില്ല. 2 into k means 1/4π0 into lambda by. സോ ഇത് ക്യാൻസൽ ആവും. സോ 2 വരും. അപ്പോൾ 1/2π0 into lambda by r ആയിരിക്കും അതിൻ്റെ ഇക്വേഷൻ. ഇതാണ് ഇൻഫിനിറ്റ് വയറിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. നമ്മളിങ്ങനെയും അതിന് ഈ ഒരു ഫോർമാറ്റിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. അടുത്തത് ഇൻഫിനിറ്റ് തന്നെ പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2E0 ആണ്. E0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. സിഗ്മ സർഫസ് ചാർജസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു Q/A. സോ നമുക്കിതിങ്ങനെ എഴുതാം, Q/2E0 എന്നും ഈ ഒരു ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. തിന്നായിട്ടുള്ള സ്പെറിക്കൽ ഷെല്ലിൽ യൂണിഫോംലി ചാർജ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ട്സൈഡ് ഷെല്ലാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഔട്ട്സൈഡിലേക്ക് സ്മോളർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായി പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഈസിക്കൽ 1/4π0 Q/r². ഏതാരും എടുക്കണം? പുറത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അത്ര എടുക്കണം. അല്ലെങ്കിൽ അതിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, സിഗ്മ r² E0 r². ക്യാപിറ്റൽ r² എന്ന് പറയുന്നത് റേഡിയസ് ആൻഡ് r² എന്ന് പറയുന്നത് എടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ ഇൻസൈഡ് ഷെൽ വരുമ്പോൾ എന്താ വരിക? നമുക്കറിയാം കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടായിരിക്കില്ല. സോ ഇ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഫ്രണ്ട്സ്, എൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.